വെള്ളത്തിൽ ഇറങ്ങിയില്ല. മഴയത്തൊക്കെ കൊട പിടിച്ച് നടന്നിട്ടുണ്ട്. രാവിലെ സൂര്യൻ വന്ന സമയത്തായിരിക്കും ടോവിനൊക്കെ അവിടെ അപ്പൊ ഞാൻ സൂര്യൻ വന്നല്ലോ എന്ന് താമസിക്കാം. മെയ് മാസത്തിൽ കാണുന്ന ആൾക്കാരെ ജൂണിൽ കാണൂല, കാരണം അവൻ ആശുപത്രിയിലായിരിക്കും ഒരാഴ്ച. പിന്നെ അവനെ കാണുന്നത് ജൂലൈയിലായിരിക്കും. അപ്പൊ ജൂണിൽ കണ്ടവന് ലാസ്റ്റ് ഞാൻ വന്ന ചേട്ടാ ഇപ്പൊ എങ്ങനെ അവിടെ ഞാൻ അലക്കി ചേട്ടൻ എങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു എന്ത് ചെയ്യും. അപ്പൊ ഞാൻ ചേട്ടാ സേഫ് അല്ലേ? ഓ പിന്നെ പ്രായമൊക്കെ ആയി, അതുകൊണ്ട് പയ്യെ പിന്നെ നല്ല പ്രായമായി, ഉറപ്പായിട്ടും മാറ്റമുണ്ട്. മറ്റേ ടോവിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അന്ന് കണ്ട ആളേ അല്ല, എടുത്തേട്ടൻ അല്ലെങ്കിലും ഒട്ടും നല്ലവരുടെ അല്ല. ഈ സിനിമ നീ ചെയ്ത രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ സിനിമ വർക്കായില്ലെങ്കിൽ നീ പിന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, നീ ഔട്ടായി പോകും, നീ ചെയ്യണോ വേണ്ടോ നീ ആലോചിച്ചോ എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞത് കാണുന്നവന് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ 110 രൂപ ടിക്കറ്റാന്ന് പറഞ്ഞു. സാധാരണ 110 രൂപ ടിക്കറ്റ് കൊടുക്കുന്ന ഒരുത്തിന് 120 രൂപ മുതലാക്കാനുള്ള വകുപ്പ് പടത്തിലുണ്ടാകും. നമസ്കാരം. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 2018 മെയ് 5-ാം തീയതി തിയേറ്ററിലെത്തിയാണ്. അതിന്റെ വിശേഷം പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്കും സ്വാഗതം. സ്വാഗതം. എല്ലാം ഓക്കെയാണ് അല്ലേ? വളരെ പ്രതീക്ഷയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സിനിമയാണ് ഈ സിനിമ. നമ്മുടെ ജീവിതമാണ് അല്ലേ? കേരളത്തിലെ മലയാളികൾ, കേരളത്തിനപ്പുറമുള്ള മലയാളികൾക്കും ഇതൊരു പാഠമായിരുന്നു 2018. ആ സിനിമയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ജോഡി ചിത്രീകരണത്തിൽ ഒത്തിരി റിസ്ക് എടുത്ത അഭിനയം, അത് അഭിനയിച്ചവരും അതേപോലെ റിസ്ക് എടുത്ത ഒരു സിനിമയാണ്. എന്ത് തോന്നുന്നു ഈ സമയത്ത്? അതായത് ഇപ്പോൾ നമ്മുടെ പടം ഫുൾ ഫൈനൽ വർക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മളത് ഓവർസീസിനും നാട്ടിൽ എല്ലാവരും ഔട്ട് കൊടുത്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇനി കുറച്ച് ദിവസങ്ങൾ എന്ത് ചെയ്യും, 4 ദിവസം കൂടി ഉണ്ട് ഇനി പടം. അങ്ങനത്തെ ഒരു മൂഡാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഭയങ്കര ഇതൊരു ചെറിയൊരു ജോലിയല്ലായിരുന്നു, എന്നാൽ പോലും പേഴ്സണലി എനിക്കിതൊരു വലിയ കാര്യമാണ്. അതായത് സിനിമ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു 2018 സംഭവിച്ച കേരളത്തിന്റെ കഥ സിനിമയാക്കി അതൊരു വലിയ സ്കെയിൽ ചെയ്തു, കുറെ താരങ്ങൾ അഭിനയിച്ചു, അങ്ങനെ ആയിരിക്കും അവർ തന്നെ കാണുന്നത്. ഞാനിതിനെ കാണുന്നത് എൻ്റെ ജീവിതമായിട്ടോ. ഒരു 3-4 വർഷത്തെ എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ, ഞാൻ കരഞ്ഞിട്ടുള്ള രാത്രികൾ, ഞാൻ ഉറങ്ങാത്ത രാത്രികൾ, എൻ്റെ ഫാമിലി ലൈഫൊക്കെ ഇതിനെ ബേസ് ചെയ്ത് പോയ രാത്രികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഈ സിനിമ വേണ്ട എന്ന് പല കാര്യങ്ങൾ കൊണ്ടും കോവിഡ് വന്നപ്പോഴൊക്കെ സംഭവിച്ച ഒരുപാട് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ സിനിമ പൂർത്തിയായി എന്ന് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അത് ഒരു നിശ്ചയദാർഢ്യം എന്നൊക്കെ പറയാം. എനിക്ക് പണ്ടേ ആരെങ്കിലും നടക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണം ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു വാശി കയറിയിട്ട്, പക്ഷെ അത് വാശി എന്നുള്ളത് മാറിപ്പോയി. വാശി കയറി തുടങ്ങിയ പരിപാടി എന്താ പറയുക, ഇഷ്ടം കൂടി ഇത് ചെയ്തേ പറ്റുള്ളൂ, ഈ സിനിമ കാണണം. അത് എൻ്റെ അടുത്ത് അനുചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നുകിൽ നീ ഈ സിനിമയോട് നീ തീരും, നീ ഔട്ടാവും. അങ്ങനെ 2 കാര്യങ്ങളാണ് നിനക്കുള്ളത്. ഒന്നുകിൽ നിനക്ക് ഈ സിനിമ വേണ്ടെന്ന് വെച്ചിട്ട് 5 സിനിമകൾ ചെയ്യാം. ചാക്കോച്ചനെ വെച്ച് ഒരു സിനിമ എന്ത് ചെയ്തു, ടോവിനെ വെച്ചൊരു സിനിമ ചെയ്തു, ആസിഫിനെ വെച്ച് ചെയ്തു, വിനീതിനെ വെച്ച് ചെയ്തു, എല്ലാം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. നീ 5 സിനിമകൾ നിനക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഈ സിനിമ നീ ചെയ്ത 2 കാര്യമുണ്ട്. ഒന്ന്, ഈ സിനിമ വർക്കായില്ലെങ്കിൽ നീ പിന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, നീ ഔട്ടായി പോകും, നീ ചെയ്യണോ വേണ്ടോ നീ ആലോചിച്ചോ എന്നവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ കുഴപ്പമില്ല, ഔട്ടാണെങ്കിൽ ഔട്ടാവട്ടെ, കാരണം എനിക്ക് ഈ സിനിമ നല്ല പ്രതീക്ഷയാണ്. ഞാനിത് അത്രയും പണിയെടുക്കുന്നുണ്ട് ഈ പടത്തിൽ. ഞാനീ പറഞ്ഞാൽ നമ്മളൊരു എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു IASന്റെ എക്സാം നമ്മളൊരു ചെറുപ്പകാലം മുതൽ പഠിച്ച് IASന്റെ എക്സാം എത്തുമ്പോഴേക്കും അയാൾക്ക് ഓൾമോസ്റ്റ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. എല്ലാം പഠിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എക്സാം അല്ലേ നോക്കാം, ആ മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിത് കുറേ പണിയെടുത്തിട്ടുണ്ട്. പണിയൊന്നും ചെറിയ പണിയൊന്നുമല്ല. ഞാൻ മാത്രമല്ല, പടം എല്ലാവരും ജോലി ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ എനിക്ക് ഒരുപാട് സമയം ഞാൻ എടുത്തിട്ട് മാത്രമല്ല, ഇത് ലൂപ്പ് ഹോൾസ് ഇല്ലാതെ എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ഇതൊരു ഭയങ്കര വലിയ സംഭവം ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇതിനകത്ത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സിനിമ കാണുന്ന ഒരു മലയാളി, വെള്ളത്തിൽ പോയിട്ടുള്ള ഒരു മലയാളിയും TV കണ്ട ഒരു മലയാളി, ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു മലയാളി, എല്ലാവർക്കും ഞാനാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഈ സിനിമയിലാണ്. അതുകൊണ്ട് 100% ഈ സിനിമ ഞാൻ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. ഇനി എക്സാം എഴുതി ഇനി പ്രഷർ മാർക്ക് ഇടുക, പ്രഷറുടെ കയ്യിലേക്കാണ് നമ്മൾ എക്സാം പേപ്പർ കൊടുക്കുകയാണ്. ഇനി അവർ മാർക്കിന്റെ 100-ൽ എത്ര ശതമാനം അവരിടണ്ടേ. പക്ഷെ എനിക്കും വളരെ പ്രതീക്ഷയാണ് സിനിമ. ഞാനൊക്കെ ഇത് ഒത്തിരി അനുഭവിച്ച ഒരു മാധ്യമപ്രവർത്തനം എന്നെല്ലാം അനുഭവിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ കാണാനുള്ള ആകാംക്ഷ വലുതാണ്. നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ അതിൽ പകർത്തിയിട്ടുണ്ടോ എന്ന് കാണാനുള്ള ആകാംക്ഷയുണ്ട്. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും സംസാരിക്കുമല്ലോ. നമ്മൾ ഈ ഫ്രെഡിന്റെ സമയത്ത് ഞാൻ ചാനൽസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ മത്സരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ചോദിച്ചായിരുന്നു നിങ്ങൾ എങ്ങനെയായിരുന്നു ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ അതുപോലെ ഈ
12ന്റെ സമയത്ത് എവിടായിരുന്നു, എന്തായിരുന്നു ഈ 2018 ബന്ധപ്പെട്ട ഒരു ഓർമ്മ? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, കുറെ കാലമായിട്ട് ചേട്ടൻ ഇങ്ങോട്ട്. ഒത്തിരി ഓർമ്മകളുണ്ട്. 2018 നമ്മൾ പോയ സംഭവങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ഒരു സംഭവങ്ങളുണ്ട്. നമ്മളത് ഇപ്പൊ പറയുകയും ചെയ്തു, നമുക്ക് എല്ലാവരും കൂടി ഇരുന്നൊരു സത്യം പറയാം. അതായത് എല്ലാവർക്കും ഇപ്പൊ ഞാൻ ഇതിന്റെ ട്രെയിലറിന്റെ അടിയിൽ ആൾക്കാർ ഇടുന്ന കമന്റ്സ് നമ്മൾ വായിക്കുള്ളൂ സ്വാഭാവികമായിട്ട്. അപ്പൊ അതിനകത്ത് ഭൂരിഭാഗം പേർക്കും പറഞ്ഞ കമന്റ്സ് ആ സമയത്ത് അവരെന്തായിരുന്നു, ഞാൻ അവിടെയായിരുന്നു, ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നു, എന്റെ വീട് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ആ ഓർമ്മകൾ തന്നെയാണ് ഈ പടത്തിൽ. ഇപ്പൊ എനിക്ക് സിനിമ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന ഒരു 3 മാസം കാലഘട്ടമാണ് ഞാൻ ഇപ്പോൾ അത് കാരണമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സിനിമയും ഞാൻ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്ത, അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമ സംഭവിക്കാനുള്ള കാരണം പോലും ആ ദുരന്തമായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് പോസിറ്റീവായിട്ടാണ്. അതുപോലെ എല്ലാവർക്കും ഓർമ്മകളുണ്ടാവും, പക്ഷെ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു വരില്ല, ഒന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളതിനെ എങ്ങനെ, ഇപ്പോൾ മനുഷ്യനാണ്, നമുക്കതിൽ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും പാസ്റ്റിൽ കുടുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിജീവിച്ച ഒരു കാലമാണത്. അങ്ങനെ തന്നെയാണ് ഈ പടവും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും. അതായത് പ്രശ്നങ്ങളെല്ലാ കാലഘട്ടവും ഉണ്ടാവും. ഇപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് വെള്ളപ്പൊക്കം കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാം സമാധാനമായെന്ന് വിചാരിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. എല്ലാവർക്കും പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അടുത്ത് എന്ത് സുനാമിയാണോ, തീമഴയാണോ എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ എല്ലാം പേടിച്ച് ജീവിക്കാൻ പോയാലോ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാറി നിൽക്കാൻ പോയാലോ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ എന്തിനേയും നമുക്ക് നേരിടാം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അങ്ങനെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു റീച്ചിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അണ്ടർലൈൻ ഫാക്ടർ എന്ന് പറയുന്നത് അതാണ്. നമ്മളെല്ലാം ഒന്നാണ്, നമുക്ക് ജാതി മതം പാർട്ടി ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയാണെങ്കിൽ ഈ ലോകം ഭയങ്കര മനോഹരമായിരിക്കും. തീർച്ചയായിട്ടും അത് വലിയൊരു മെസ്സേജ്. അതുപോലെ തന്നെ എല്ലാവരും തോള് ചേർന്ന് കൈകോർത്ത് ഈ സിനിമ കാണാൻ വരുക. ജാതിയും മതവും നോക്കാതെ എല്ലാവരും കൈകോർത്ത് വന്ന് ഓരോ തോള് ചേർന്നിരുന്ന് തിയേറ്ററിൽ സിനിമ കാണുമ്പോഴാണ് നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകും. അത്തരം ആളുകൾ വരട്ടെ, ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അനുവി നല്ലൊരു കഥാപാത്രം അല്ലേ? ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെടുത്ത സീനുകൾ കുറെ ഉണ്ട് ഇതിനകത്ത്. ഇതില് ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത കുറച്ച് ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടർ. അപ്പൊ നല്ല ഒരു പ്രശ്നമില്ല. വെള്ളത്തിലിറങ്ങിയില്ല. മഴയത്ത് കുട പിടിച്ച് നടന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ കൂടുതലും ഇതില് മഴ നനഞ്ഞു വരുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ബാക്കി കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, ഇതില് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാർ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. അതിൽ കുറച്ചൊരു ഹാപ്പി സ്പേസ് ഉള്ളത് എനിക്ക് തോന്നുന്നു. ഷൂട്ട് ചെയ്തത് ജൂഡേട്ടൻ സമാധാനത്തോടെ ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളിൽ അതാ ഞാനിപ്പോ ഒരു ഇന്റർവ്യൂല് പറയായിരുന്നു, എല്ലാ ആക്ടേഴ്സ് നമ്മളെല്ലാരും മേ ബി കുറച്ച് ദിവസങ്ങൾ വന്നു പോയി എന്നല്ലാണ്ട് ഇതിൽ ജൂഡേട്ടനാണെങ്കിലും ഇതിൽ ക്യാമറമാൻ ആണെങ്കിലും ഇതിൽ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ഇതിൽ ഇറങ്ങി നിന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഭാഗം വെള്ളമില്ല, പക്ഷെ പിന്നെ മഴ കാര്യങ്ങളൊക്കെ വെള്ളത്തിലാണെങ്കിലും എല്ലാം ജൂഡേട്ടനും ക്രൂ മെമ്പേഴ്സും ഒക്കെ അത്രയും ദിവസം ഈ ഫുൾ ദിവസം നിന്നിട്ടുണ്ട്. ഐ തിങ്ക് അതിന്റെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണാനും ഉണ്ട്. ഈ ഷൂട്ടിംഗ് സമയത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ ഇവരൊക്കെ വെള്ളത്തിൽ കിടക്കുന്നൊക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ കൊറേയൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, അങ്ങോട്ട് എന്നെ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. കണ്ടിട്ടുണ്ടല്ലോ, മനസ്സിൽ തോന്നുന്നില്ല എത്ര സമയമായി ഇവർ വെള്ളത്തിൽ കിടക്കുന്നല്ലേ? അതെ, ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ ഈ പറയുന്ന പോലെ ഇവർക്കൊക്കെ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. ഇപ്പം ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്തായാലും ഈ നിൽക്കുന്ന വെള്ളമൊക്കെ അൺഹൈജീനിക് ആവും. സോ ഇവർക്ക് അതിൻ്റെതായ ഇൻഫെക്ഷൻസും കാര്യങ്ങളും പനിയും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ പറയുന്ന പോലെ നമ്മളിപ്പം കുറച്ച് മുന്നേ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ദർ വാസ് എ പോയിന്റ്, ഇനിയിപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇടയ്ക്ക് ജൂഡേട്ടനാണെങ്കിൽ ഇതിൻ്റെ റൈറ്റർ ഉണ്ട്, റൈറ്റ് ആക്കിയില്ല. അപ്പം ഞാൻ ഇവർ രണ്ടാളും ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചോദിക്കും ഇത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. മേ ബി ഇതിൽ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമ എന്തായാലും മലയാളത്തിൽ വേണം എന്ന് അത്രയും അധികം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ബട്ട് അതിൽ എനിക്കും ഭാഗമാകാൻ പറ്റി. ഐ തിങ്ക് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുക. അപ്പൊ ആ ഒരു ഷൂട്ട് തുടങ്ങി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 കൊല്ലമായി. ഇപ്പൊ ഈ പ്രൊമോഷൻസും കാര്യങ്ങളും ആയി. ഇനിയിപ്പം സിനിമ റിലീസ് ആവാൻ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത് ഐ തിങ്ക് ഭയങ്കര ഇല്ല, ഞാൻ ആക്ച്വലി വീട്ടിലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത്. സോ ഞാൻ ഇതൊക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ഡാം തുറക്കുന്നതാണെങ്കിലും അതിനുശേഷം ഇത് കൈവിട്ട് പോകുന്നതാണെങ്കിലും എനിക്ക് തോന്നുന്നു ഭയങ്കര അൺസർട്ടൻ ആയിട്ട്. ഇനിയിപ്പോൾ നാളെ എന്താന്ന് നമ്മളെല്ലാം ഇങ്ങനെ ഇത് ടി വിയിൽ മാത്രമേ, ഇത് ന്യൂസും കാര്യങ്ങളും മാത്രമേ നമുക്ക് കാണാനും പറ്റുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെയുള്ളതും കൊച്ചിയിലുള്ളതാണെങ്കിൽ തൊടുപുഴയാണെങ്കിലും വിളിച്ച് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ ഫോണൊക്കെ ഓഫാണ്, ഒരു വിവരവും ഇല്ല. ഇതൊക്കെ ഞാനും ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ടി വിയിലോ ന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ട് എന്താണ് അടുത്തതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചെങ്കിലും അനുഭവിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ ഈ സിനിമയിൽ
അഭിനയിക്കാൻ വന്ന സമയത്താണ്. മേ ബി അങ്ങനത്തെ ഒരു സീനിലായിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം അത്രയും വലിയ മഴയും കാര്യങ്ങളും, അത്രയും ആൾക്കാർ ഒരുമിച്ച് നിൽക്കുക, ആ ഒരു കുറച്ച് സെക്കൻഡ്സ് ഒന്നും എനിക്ക് തോന്നുന്നു ആ ഒരു പേടി എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് റിയൽ ലൈഫിൽ ആൾക്കാർ അനുഭവിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ചിന്താഗതിയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ ഈ സിനിമയിൽ. നമ്മൾ പേപ്പറിലോ ടിവിയിലോ കണ്ട മേ ബി അതിന്റെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഞാൻ ഈ ഇതിൽ അഭിനയിച്ചതുകൊണ്ട് അറിഞ്ഞിട്ടുള്ളൂ. എനിക്ക് ചിന്തിക്കാൻ പറഞ്ഞ പോലെ പ്രകൃതി വരെ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞത് 4 ദിവസം പ്രകൃതി വരെ ഒറിജിനൽ മഴ വന്നതാണ്. ഈ സിനിമ ഞാൻ അങ്ങനെ കാണുന്നു കേട്ടോ. പ്രകൃതി വരെ ഈ സിനിമ പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. സത്യമാണ്. അതായത് ഞാനത് പറയാൻ കാരണം, നമ്മളൊരു ടോവി വലയെറിയുന്ന ഒരു സീനുണ്ട്, ഒരു ഷോട്ടുണ്ട് പടത്തിൽ. അത് ഭയങ്കര വൈഡാണ്. അവിടെ നിന്നും നമുക്ക് റെയിൻകാർക്കൊന്നും നിൽക്കാൻ പറ്റില്ല, കാരണം ഈ ഓസ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല, വെള്ളമാണ് മൊത്തം. അപ്പൊ അത് ശരിക്കും CG ചെയ്യേണ്ടി വരുന്ന വിചാരിച്ച സമയത്ത് രാവിലെ പെട്ടെന്ന് ഡള്ളായി. അത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലാന്ന് തോന്നുന്നു. അന്ന് മഴ പെയ്യാത്ത കാലമാണ്. അപ്പൊ അവിടെ ഭയങ്കര ഡള്ളായി രാവിലെ പെട്ടെന്ന്. അന്നൊരു ദിവസം ഫുൾ മഴയായിരുന്നു. അതായത് എത്ര വേണമെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാം. ക്യാമ്പ് റെയിൻകാരൊക്കെ മറ്റേ വെറുതെ ഇരിക്കുകയായിരുന്നു, പണിയൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ടീസർ ലോഞ്ച് വെച്ചത് ഡിസംബർ 12-ാം തീയതി ആയിരുന്നു. അന്നും മഴയായിരുന്നു. ട്രെയിലർ ഇറങ്ങിയത് ഏപ്രിൽ 21 അന്നും ഭയങ്കര മഴയായിരുന്നു. പടം വരാറായപ്പോഴേക്കും നല്ല പെയ്യുന്നുണ്ട്. പ്രകൃതി കൂടെ നിൽക്കും. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും എല്ലാവരും. പ്രകൃതിയിൽ എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ വരണമെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചെറുതായിട്ട് പടത്തിൽ ഒരു നൈസായിട്ട് പറയുന്നത്. പ്രകൃതിനെ ആക്രമിക്കാൻ പോകുന്നതുകൊണ്ടാണ് പ്രകൃതി തിരിച്ച് അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. കാരണം മരങ്ങളെല്ലാം വെട്ടി ഈ മണ്ണൊലിപ്പൊക്കെ വരാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. നമ്മൾ സ്കൂൾ മുതൽ പഠിക്കുന്നതാണ് എന്തുകൊണ്ടാണ് മണ്ണൊലിപ്പ് വരുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ ചെയ്താൽ പിന്നെ പ്രകൃതി എന്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ പ്രകൃതിയും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി അങ്ങനെ ഒരു മറ്റേ ഇരുത്തി പറയുന്നൊന്നുമില്ല. കാണുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആയിരിക്കാം. പടത്തില് ഈ പറഞ്ഞ പോലെ ഗുണം സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പല സാധനങ്ങളും നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേളിൽ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ഈ സീൻ ഉഗ്രനായിരിക്കും, അത്യുഗ്രൻ ആവുക എന്ന് പറയില്ലേ, അങ്ങനത്തെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ചില സ്ഥലത്തൊക്കെ നമ്മൾ വിചാരിക്കും ഇത് പൊളിച്ചല്ലോ എന്നൊക്കെ. അതായത് ഭയങ്കര ഹാപ്പിയാണ് നമ്മളിത് കഴിയുമ്പോൾ, ഇതെല്ലാം ഒരുമിച്ച് കിട്ടിയല്ലോ എന്നൊക്കെ അറിയില്ല. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോയിന്റാണ്, പ്രകൃതി കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് സ്വയം ഫീൽ ചെയ്ത് അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിനൊന്നിനും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് എല്ലാവരും. അമ്മ സംഘടനത്തെ 2020 അപ്പുറമുള്ള ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം ആർട്ടിസ്റ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രൂ ജോസഫ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവരും ഓരോ സിനിമ എടുക്കാമായിരുന്നു. അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ട്, ആ ഡേറ്റ് തരാൻ ഇവർ തയ്യാറാണ്. ഇത്രയും ആർട്ടിസ്റ്റുകൾ കോർത്തിണക്കിയാണ് ഈ സിനിമ എടുത്തത്. ഇവരാരും വെള്ളത്തിൽ അഭിനയിക്കാത്തവരാരും ഇല്ലാന്ന് തോന്നുന്നു. മഴ കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കിടന്ന് അഭിനയിച്ചു എന്നാണ് എന്നോട് ആസിഫിൽ കുറച്ചു മുമ്പ് ഞങ്ങളിലും കഷ്ടപ്പാടായിരുന്നു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ വെള്ളത്തിൽ കിടന്ന്, അതും രാത്രി സമയത്ത് അല്ലേ, ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റെയിൻ ഓഫ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഓഫ് ചെയ്യും. പക്ഷെ പ്രൊപ്പലർ എന്ന് പറഞ്ഞാൽ അത് ഓഫ് ചെയ്ത് രണ്ടാമത് ഓണാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് അത് ഓഫ് ചെയ്യാറില്ല അവരതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഓഫ് ചെയ്യാറില്ല. ടോവിനോ ഒക്കെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ റെയിൻ ഓഫ് പറഞ്ഞ ചേട്ടാ പ്രൊപ്പലർ ഓഫ് ചെയ്യാൻ പറ പ്ലീസ് ചേട്ടാ. അതായത് ഈ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്, ഇത് മഴ കഴിഞ്ഞിട്ട് ഈ പ്രൊപ്പലർ. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഈ ഒരു സീക്വൻസ് നമ്മൾ മേലോട്ട് നോക്കി ഷോട്ട് ഉണ്ട് എല്ലാവരും. അപ്പൊ ഞാനോട് പറഞ്ഞു കുറച്ചുകൂടി മേലോട്ട് നോക്കൂ, എന്താണ് കറക്റ്റ്, ഒന്ന് കണ്ണൊന്ന് തുറക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് നോക്കട്ടെ ഞാൻ നോക്കിയായിരുന്നു. അതായത് ആണിയൊക്കെ കണ്ണി കുത്തുന്ന എഫക്റ്റ് ആണ്. എന്നിട്ട് ഇവര് ടോവിനോ, ശാന്തകുമാരി ചേച്ചിയൊക്കെ പ്രായമുള്ള ചേച്ചിയാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ സിനിമയിൽ കാണുന്ന ആളാണ്. അവരൊക്കെ ഭയങ്കര അത് മഴ നനഞ്ഞ് കണ്ണു നോക്കി നിൽക്കുന്ന സീനൊക്കെ ഞാൻ അവസാനം കരഞ്ഞു പോയി. ഞാൻ പറയാൻ ചേച്ചിയുടെ ആത്മാർത്ഥ. അതായത് അവർക്കെല്ലാവർക്കും ഇതിന്റെ ഔട്ട് കാണുന്നതാണ്. നമ്മുടെ പടത്തിലൊരു ഡ്യൂപ്പായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. പുള്ളി താഴെ പോയി വെള്ളത്തിന്റെ അടിയിൽ മുങ്ങി മരിക്കുന്ന പോലത്തെ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് പുള്ളി മരിക്കുന്ന അവസ്ഥ വന്നത്. പുള്ളി വരുന്നില്ല താഴെ. ലാസ്റ്റ് പുള്ളി പൊങ്ങുന്ന പുള്ളി ഇങ്ങനെ ശ്വാസം കിട്ടുന്നതിൽ വിളിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ചേട്ടാ ഓക്കെ അല്ലെന്ന് വെച്ചാൽ പുള്ളി ആദ്യം ചോദിച്ച ഡയലോഗ് ഷോട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ ഷോട്ടൊക്കെ ഓക്കെ, ചേട്ടൻ ആദ്യം പോയി റെസ്റ്റ് എടുക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് എനിക്ക് എല്ലാവർക്കും ഈ സാധനം ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ഭാഗമാവുന്ന എല്ലാവർക്കും ഒരു തോന്നലുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണെന്നൊരു തോന്നലുണ്ടായിരുന്നു തോന്നുന്നു. അത് എനിക്ക് തന്ന ഊർജ്ജം ഭയങ്കര വലുതായിരുന്നു. കാരണം ഇത്ര ആൾക്കാർ നമ്മുടെ കൂടെ ഇതിന് തയ്യാറായി നിൽക്കുന്ന പറഞ്ഞ സമയത്ത് ഇനി വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ എന്നെ കൊന്നുകളയും എന്ന രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഇതിന് എന്ത് സംഭവിച്ചാലും അത് മൊത്തം എൻ്റെ, കാരണം എല്ലാ ഫെസിലിറ്റി പ്രൊഡ്യൂസർ തന്നിട്ടുണ്ട്. ഡയറക്ടർ ആക്ടേഴ്സ് എല്ലാവരും എല്ലാം കൃത്യസമയത്ത് വരുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ചെയ്യാൻ റെഡിയാണ്.
എന്നിട്ടും അത് വൃത്തിയായിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ ദോഷം. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു വലിയ ഗുണമായിരുന്നു ഇങ്ങനെ ഒരു ടീമും ഇങ്ങനെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളും ഈ പടത്തിൽ വന്ന്. എനിക്ക് ഈ സിനിമയെ എനിക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ബജറ്റ് ബേസ്ഡ് ആയിരിക്കില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ സിനിമയായിരിക്കും മലയാളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം എന്ന സെൻസ് ഭയങ്കര വലിയ പടം ചെയ്തെന്നുള്ള അഹങ്കാരി പേര് ഉണ്ടാക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കാണാതിരുന്ന അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇത് സാധിക്കുമോ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതായത് ഞാൻ സിനിമ കാണുന്ന ഒരാളുടെ ഞാൻ ആദ്യം കാണും. ഞാൻ സംവിധായകനായതിനു ശേഷം അതിന് മുമ്പൊക്കെ ഞാൻ ആദ്യം സിനിമ കാണുന്ന ഒരു സാധാരണ ഒരു മലയാളി. അപ്പൊ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസമാണ്. മലയാളത്തിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും ഒരു ഫ്ലഡിനെ ബേസ് ചെയ്തിട്ടൊരു പടം അല്ലെങ്കിൽ ഫ്ലഡ് വെച്ചിട്ട് കുറെ വിഷ്വൽസ് ഉള്ള ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ ആയിരിക്കും മാക്സിമം ഞാൻ കണ്ടിട്ടുള്ളൂ ഈ ഫ്ലഡ് ഉള്ളത്. ഇപ്പോൾ കേദാർനാഥ് എന്നൊരു പടത്തിലുണ്ട് ഫ്ലഡ്, അല്ലെങ്കിൽ ബാജിറാവ് മസ്താനിൽ കടലുണ്ട്. അങ്ങനത്തെ ഇങ്ങനെ കുറച്ച് അങ്ങനെ ഒരു 3-4 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത്ര ത്രൂ ഔട്ട് ഒരു മൊത്തം ഫ്ലഡും ഇങ്ങനത്തെ ഒരു വലിയ ഡിസാസ്റ്റർ ഒക്കെ പറയുന്ന ഒരു ഇന്ത്യൻ മൂവി ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്തൊരു ഇതാണെന്ന് പറഞ്ഞൂടാ. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു നീതി പുലർത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും പോയി കണ്ട് അയ്യേ എന്ന് പറയേണ്ടി വരില്ല. 100% നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ ഇതൊരു മലയാള സിനിമയാണെന്ന് പറയുന്ന ഒരു പടമായിരിക്കും. അന്നുണ്ടായ അനുഭവങ്ങളുണ്ടല്ലോ, അന്ന് ജൂഡിനും അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ, സ്വയം അനുഭവങ്ങളുണ്ടല്ലോ ആ സമയത്ത്. ആ അനുഭവങ്ങളൊക്കെ ശരിക്കും ഓർത്തെടുക്കുന്നുണ്ടായിരുന്നല്ലോ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. നമുക്ക് അത് ഓരോരുത്തർ പറയുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണല്ലോ, അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ അല്ലെ, അങ്ങനെയൊക്കെ ഓർത്തെടുത്ത അനുഭവങ്ങൾ ഏതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മള് 2022 ഓഗസ്റ്റിലും നമ്മൾ ഷൂട്ടിലായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് അവസാനമൊക്കെ ആയപ്പോഴേക്കും, അതായത് മഴ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഓഗസ്റ്റിലൊന്നും ആദ്യമൊന്നും മഴ കരട്ട് പെയ്തില്ല. അപ്പോൾ ഓഗസ്റ്റിൽ ലേറ്റ് ആയിട്ട് മഴ വന്ന് പെട്ടെന്നൊരു 3 ദിവസം കണ്ടിന്യൂസ് മഴ വന്ന സമയത്ത് വെള്ളം കയറും എന്ന അവസ്ഥ വന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ വെള്ളം സാധാരണ കയറി വരാറുണ്ട്. ചേട്ടനെ വിളിച്ച് ചോദിച്ചു ഞാൻ. ചേട്ടൻ പറഞ്ഞു ഓൾമോസ്റ്റ് പാടത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട് വെള്ളം. ഞാൻ ദൈവം ഈ പ്രാവശ്യം വെള്ളം പോകും. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് മേളിൽ കയറ്റിട്ട് തിരിച്ചു വന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനത്തെ പ്ലാനിങ് ആയിരുന്നു എനിക്ക്. അപ്പൊ ശരിക്കും ഞാൻ ആലോചിച്ചു നോക്കാം. അപ്പൊ റിലേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് പേടി മനസ്സിലാകാണ്. മഴ കാണുമ്പോഴേക്കും പേടിയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ കുറെ സ്ഥലത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അഭിനയിച്ചവർക്കടക്കം ആ ഒരു പേടി വരുമായിരുന്നു. അതായത് വെള്ളം കയറുമോ, ഇനിയും വെള്ളപ്പൊക്കം വരുമോ എന്നൊരു, നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വീട്ടിലും ഇങ്ങനെ തന്നെ ആവോ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ പക്ഷെ ഭാഗ്യത്തിന് വന്നില്ല, ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നില്ല. ഭയങ്കര പ്രശ്നമില്ലാണ്ട് പോയി. പിന്നെ ഇതിൽ ഈ അഭിനയിച്ചവരടക്കം ഇമോഷണൽ ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പേര്, 1-2 പേരല്ല, ഒരുപാട് പേര് ഇമോഷണലായിട്ട് മാറി. അതായത് ഇപ്പോൾ കരയുന്ന സീനിലൊക്കെ ചിലപ്പോൾ അവർ ശരിക്കും കരയുന്നുണ്ട്. അപ്പം ഞാൻ കട്ട് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ കാണുന്ന ആൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. ഓൾറെഡി ഇത് പറഞ്ഞിട്ട് ഇമോഷണൽ ആയിരിക്കും. അപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരാൾ അപ്പോൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഓർത്തെടുക്കാൻ ഒരുപാടുണ്ട്. ഞാനതിൻ്റെ മേക്കിംഗ് ഉണ്ടാവുമല്ലോ, ഈ ചെറിയ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ഈ ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ ഓട്ടോ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വീഡിയോ ക്ലിപ്പ് ഉണ്ടാവും. അപ്പം ഞാൻ വെറുതെ 1-2 പ്ലേ ചെയ്യുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ ഭീകരത ഇപ്പോൾ ഓർക്കുമ്പോൾ. ഇപ്പോൾ കാണുമ്പോഴാണ് ഞാൻ എന്തുമാത്രം വലിയ കഷ്ടപ്പാടായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ എന്ന് നമുക്ക് അന്ന് ഒരു പുറത്തുനിന്ന് ഒരു ബാധ കയറിയ പോലത്തെ ഒരു ഇതായിരുന്നു. രാവിലെ ഒരു ഷൂട്ട് ചെയ്ത് രാവിലെ സൂര്യൻ വരുന്ന സമയത്ത് പോലും നമ്മൾ ഓണാണ്. നമ്മൾ രാവിലെ സൂര്യൻ വരുന്ന സമയത്തായിരിക്കും ടോവിനൊക്കെ അവിടെ ചേട്ടാ ദേ സൂര്യൻ വന്നു. അപ്പോൾ ഞാൻ സൂര്യൻ വന്നല്ലോ എന്നൊന്നും ആവശ്യം അങ്ങനെ കൂടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെയാണ് എനിക്ക് കൂടെ 12 ലാസ്റ്റ് പടത്തിന്റെ തീരാറായ സമയം എന്ന് പറയുമ്പോൾ ഒരു നവംബർ ഒക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഞാൻ മിക്കവാറും 12:30 ആകുമ്പോഴേക്കും ഞാൻ പാക്കപ്പ് പറയും. കാരണം എനിക്ക് വയ്യാണ്ടായി, അതായത് എല്ലാവർക്കും വയ്യാണ്ടായി. അതായത് ഇനി നമ്മൾ ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ നാളെ രാവിലെ ആരും വരില്ല എന്ന് മൂടായി. ഞാൻ ഒരു 12:30 ആകുമ്പോഴേക്കും മതിയായിരുന്നു, മതി എന്തു പറ്റി, സാധാരണ ഇങ്ങനെ അല്ലല്ലോ അറിവ്. ഇനിയിപ്പോ അങ്ങനെ വലിയ ഒരു മെയിൻ പോർഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ചെറിയ മൊണ്ടാഷ് പീരീഡിലാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് തീർക്കാം, വേണമെങ്കിൽ നാളെ രാത്രി ഷൂട്ട് ചെയ്യാം, ആ മൂടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിനി എല്ലാം കൂടെ ഒരുമിച്ച് തീർത്ത് നാളെ ആരും വന്നില്ലെങ്കിൽ പണിയാം. കാരണം എല്ലാവർക്കും ഇതിൽ മറ്റേ മഴയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമല്ലോ, റെയിനോൺ പറഞ്ഞാൽ നോക്കുന്ന സമയത്ത് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യത്തെ ദിവസം മെയ് മാസത്തിൽ കാണുന്ന ആൾക്കാരെ ജൂണിൽ കാണൂല, കാരണം അവൻ ആശുപത്രിയിലായിരിക്കും ഒരാഴ്ച. പിന്നെ അവനെ കാണുന്നത് ജൂലൈയിലായിരിക്കും. അപ്പൊ ജൂണിൽ കണ്ടവനെ കാണൂല, അവൻ ആശുപത്രിയിലായിരിക്കും. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട്, ആ മൂഡിലാണ് സംസാരിക്കുന്നത്. ചുമച്ചിട്ടാണ് അവർ പറയുന്നത്. റെയിൻകാരും മറ്റേ പ്രൊപ്പലറിന്റെ ആൾക്കാരും യൂണിറ്റിലെ ആൾക്കാരും ക്രെയിനിന്റെ ആൾക്കാരും ജിബിന്റെ ആൾക്കാരും ഗോഡര ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ പേടിയാണ്. ഒരു 10-60 അടി മേളിലുള്ള ഗോഡയുടെ മേളിൽ ലൈറ്റും വെച്ചിട്ട് കറണ്ടിന്റെ പരിപാടിയാണ്. അത് വെച്ചിട്ട് വിത്ത് മഴ, ഒറിജിനൽ മഴ വന്നിട്ടുണ്ട് ആ സമയത്ത്. ഒറിജിനൽ മഴയത്ത് കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഈ സാധനമൊക്കെ പറന്നു പോകും. അവിടെ ഞാൻ അലകി ചേട്ടൻ അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു എന്ത്
അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ സേഫ് അല്ലേ, ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നുണ്ടോ. പക്ഷെ അതിനുശേഷം താഴെ ഇറങ്ങുമ്പോഴായിരിക്കും മറ്റേ പറഞ്ഞത് ആ ചേട്ടനെ അവിടെ പേടിച്ച് പറഞ്ഞിട്ടാണ് നിന്നത്. പിന്നെ നമ്മളെ ഷൂട്ടിംഗ് ആയതുകൊണ്ടൊന്നും ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് പേരുടെ ഒരു സാക്രിഫൈസ് അവർക്ക് കിട്ടുന്നത് ബാറ്റ മാത്രമാണ്. അവർക്ക് പ്രത്യേകിച്ച് കൊണ്ട് പുണ്യമോ അവരുടെ പേരോ പടത്തിൽ മറ്റേ ഗോഡ ഇട്ട ആൾ എന്ന് പറയുന്നത് കാണിക്കുന്നില്ല. പക്ഷെ അവരുടെ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഏറ്റവും നന്നായിട്ട് കാണുന്നത് അവരുടെ ചെറിയൊരു മിസ്റ്റേക്ക് പോലും പടത്തിനെ ബാധിക്കരുത് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പം ഫുഡ് കൊടുക്കുന്നവരായ പോലും അവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വെള്ളത്തിലായിരിക്കും. അപ്പൊ രാത്രി 2 മണി സമയത്തൊക്കെ അവർ ഒരു തെർമോക്കോളിന്റെ മുകളിൽ ചായയും മറ്റേ പഴവും ബ്രെഡും ഒക്കെ ആയിട്ട് ഉന്തി വെള്ളത്തിൽ നടന്ന് വരും. എന്നിട്ട് എല്ലാവരിലേക്ക് എത്തിക്ക് വരും. അതായത് അവരെ വന്നിട്ട് എടുത്തോന്ന് പറയുന്ന പരിപാടിയില്ല. അവരെവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് എത്തി കൊണ്ട് കൊടുക്കുക. പിന്നെ അവിടെ ഇങ്ങനെ ഒരു വേറൊരു മൂടായിരുന്നു അന്ന് വർക്ക് ചെയ്ത എല്ലാവർക്കും. ആരുടെ പേരുകൾ ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ നാളെ കാണുമ്പോൾ ചിലപ്പോൾ ഞാനോ അല്ലെങ്കിൽ പേര് അറിയണ്ടാവില്ല, പക്ഷെ എന്തായാലും കാണുമ്പോൾ അളിയാന്ന് വിളിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാവർക്കും. കണ്ടാൽ ഏത് ഇരുട്ടിലും കാരണം ഇരുട്ടത്ത് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് ഏത് ഇരുട്ടിലും അവരെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം എന്നൊരു പരിപാടിയുണ്ട്. അല്ല അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയാണ്. ഇത്ര ഒരു സിനിമകൾ, ചരിത്ര സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ട് ഇല്ലേ, ഒത്തിരി ചരിത്ര സിനിമകൾ. ആ ചരിത്ര സിനിമ വിജയിക്കണമെങ്കിൽ ഒരു പാടാണ്. പക്ഷെ ഇത് അതിനപ്പുറം നമ്മളെല്ലാം അനുഭവിച്ച ചരിത്രമാണ്. ചരിത്ര സിനിമകൾ വായിച്ചു കേട്ട ചരിത്ര സിനിമയായിരിക്കും. ഇത് നമ്മൾ അനുഭവിച്ച സിനിമയാണ്. ആ അനുഭവിച്ച പാഠം സിനിമയാകുമ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കും. ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിലും ഇത് മൊത്തം അനുഭവം കൊണ്ട് നേരിട്ടില്ലെങ്കിലും വായിച്ച അനുഭവമില്ലേ. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന് റിലേറ്റ് ചെയ്യാൻ ശരിക്കും കഴിഞ്ഞില്ലേ അല്ലേ? അപ്പൊ അതാ ഞാനിപ്പോ ഈ ഇന്റർവ്യൂസിലും കാര്യങ്ങളും ഒക്കെ ഇരിക്കുമ്പോഴും ഇത്രയും നടന്ന കാര്യങ്ങളും ഇതിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഈ സിനിമ അടിപൊളിയാവും. ഈ സിനിമയിലേക്ക് വിളിച്ച് ഈ കഥയാണ് പ്രളയമാണ് എന്ന് പറയുമ്പോൾ എന്താണ് തോന്നിയത്? പ്രളയം ഒന്നുമില്ല, ആൻഡ്രു ചേട്ടൻ വിളിച്ചു. അപ്പോൾ തന്നെ എനിക്കറിയാം എന്നോട് പറഞ്ഞു ചൂടായിട്ടും വിളിക്കുന്നുള്ളത്. ചൂടായിട്ടും വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെയാണ്, എനിക്കൊന്നൊരു ബേസിക് ഐഡിയ മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു വരിക ചെയ്തത്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ വന്നിട്ടാണ് അറിയുന്നതൊക്കെ. അമ്പിളി ഇറങ്ങിയ സമയത്ത് നമ്മൾ വിളിക്കുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു തൻവി 10-15 പടങ്ങളിൽ സിനിമ ചെയ്തതാണ്. ഇത് 10ാമത്തെ 2ാമത്തെ പടമായിരുന്നു ശരിക്കും നമ്മുടെ. അതിനുശേഷം എനിക്ക് തോന്നുന്നു തൻവി എവിടെയോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്റർവ്യൂലായിരിക്കും എന്നിട്ട് പറഞ്ഞിട്ട് ജൂഡേട്ടൻ കഴിഞ്ഞാൽ ഈ സിനിമ നടക്കണേന്ന് ഏറ്റവും ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ചത്. അത് ശരിക്കും ഉള്ള ഒരു കാര്യം. വേറെ എല്ലാവരും മറന്നാലും ഇടയ്ക്കിടയ്ക്ക് തൻവി മെസ്സേജ് ചോദിക്കും അതെന്തായി അത് ഡ്രോപ്പ് ചെയ്യണേ. ഞാൻ ഇവിടെ ഡ്രോപ്പ് ആവാലേ പ്രാർത്ഥിക്കുന്ന അല്ല അത് ആ സമയത്തൊക്കെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ടല്ലോ. നമ്മള് വിശ്വസിക്കാന്ന് പറഞ്ഞ സാധനമല്ല. എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവരും നമ്മളെ വിശ്വസിച്ചായിരുന്നു. അതായത് ഇത് ഉഗ്രനാവും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു അല്ല ജൂഡിന്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത് അല്ലെ? ജീവിതം ഒന്നും മാറ്റിമറിച്ചില്ലെങ്കിൽ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒത്തിരി സ്വഭാവത്തിൽ ഉൾപ്പെടെയാണ് പറയുന്നത്. ഇതിപ്പോഴുണ്ട്. അല്ല ഇപ്പോഴുണ്ടെങ്കിലും എനിക്കിന്ന് ജൂഡിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കാണുന്നത് അല്ലെ? ജൂഡ് ഭയങ്കര ഹാപ്പിയാണ്. വർക്ക് കഴിഞ്ഞ എത്ര നാളത്തെ കാത്തിരിക്കുന്ന വർക്ക് കഴിഞ്ഞു. അപ്പൊ എന്തുമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അതേക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. അല്ല ടെൻഷനും ദേഷ്യവും ഒക്കെ എനിക്കത് എന്താ പറയാ, ഞാനത് പരമാവധി മാറ്റം നോക്കാറുണ്ട് ഇങ്ങനെ. പക്ഷെ നമ്മളെ പറയുന്നത് ഈ ജാത്തിയാലുള്ളത് തൂത്താൽ പോകുമെന്ന് ചോദിച്ച പോലെ അത് എന്തോ അങ്ങനെ ഭയങ്കര മോശം സ്വഭാവമാണ് അത്, പെട്ടെന്ന് ദേഷ്യം വരുന്നതും. പക്ഷെ അത് ആരും ബാധിക്കാതിരിക്കാൻ ഇപ്പൊ ഞാൻ നോക്കാറുണ്ട്. നേരത്തെ ഞാൻ അങ്ങനെ നോക്കില്ലായിരുന്നു. നേരത്തെ അത് ആർക്ക് ബാധിച്ചാലും ഞാൻ അത് പറയുമായിരുന്നു, പറയായിരുന്നു. ഇപ്പൊ ഞാൻ അത് ആരെങ്കിലും മോശമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയാറുള്ളൂ. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പെൺകുട്ടികൾ 2 പേര് ജനിച്ചു. അപ്പൊ നമ്മൾ അവരുടെ കൂടെ സംസാരിച്ച് കളിച്ചു കളിയുമ്പോൾ ഒരു പ്രായമൊക്കെ ആയി. അതുകൊണ്ട് പയ്യെ നല്ല പ്രായമായി. അപ്പൊ അതിന്റെ വ്യത്യാസമാണ്. അല്ലാതെ സിനിമ ഷൂട്ടിങ്ങിനിടയ്ക്ക് വന്നിരുന്നെങ്കിൽ ചേട്ടൻ പറയില്ലായിരുന്നു. നല്ല ദേഷ്യവും പരിപാടിയുണ്ട്. കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം മനസ്സിൽ കണ്ടിട്ട് അങ്ങനെയല്ല വരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും പറ്റും. അത് അങ്ങനെ ഒരു വിഷ്വൽ നമ്മൾ പ്ലാൻ ചെയ്താൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ വരുന്ന സമയത്ത് ഞാൻ രാത്രികൾ ഇത്ര ആൾക്കാർ നിൽക്കല്ലേ വെള്ളത്തിൽ, അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഷൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പോലും അതിനുശേഷം വന്നിട്ട് എൻ്റെ അടുത്ത് അതൊക്കെ മറന്നു പോകും. അവരെന്നെ മറന്നു പോകും. അവർക്ക് അറിയാം ജോലിയുടെ ഭാഗമാണ്. അത് ഇപ്പൊ ശീലമായി തോന്നുന്നു, എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലും അത് 1 മിനിറ്റത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഓർപ്പ് പോലും ഇല്ല എന്നുള്ള കാര്യം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനങ്ങനെ ആൾക്കാരെ പറഞ്ഞതിനെ കുറിച്ച് ബോധറിയാറില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന സാധാരണ ഒരു പച്ചയ മലയാളിയായതുകൊണ്ട് ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ മാറ്റമുണ്ട്, ഉറപ്പായിട്ടും മാറ്റമുണ്ട്. മറ്റേ ടോവിയറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അന്ന് കണ്ട ആളേ അല്ല. അത് പിന്നെ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, ഇവോൾവ് ചെയ്യാണല്ലോ. ഓരോ പ്രാവശ്യം ഓരോ അനുഭവങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾ പയ്യെ മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഞാൻ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്നല്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അതെല്ലാം നല്ലതിനായിരിക്കും. ഇപ്പോൾ
ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ദൂരെ എഫേർട്ട് എടുത്ത പടമാണ്, എന്നിട്ട് ആ സമയത്ത് കൃത്യം കൊണ്ട് ലോക്ക്ഡൌൺ കൊണ്ട് വെച്ചുള്ള ദൈവമേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനുശേഷം ഞാൻ തന്നെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാലോ എന്ന് ഒരുപാട് ബെറ്ററായി. അതായത് അന്ന് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കില്ല പുറത്തു വരുന്നത്. അന്ന് ഈ പറഞ്ഞ ചിലപ്പോ മറ്റേ അനുചേട്ടൻ പറഞ്ഞത് ചിലപ്പോൾ സംഭവിച്ചാണ്, നീ ഔട്ടായി സംഭവിച്ച ആദ്യത്തെ ഡ്രാഫ്റ്റിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ. അതായത് ഭയങ്കര മോശമെന്നല്ല, പക്ഷെ അതിനെ ഞാൻ ഒരുപാട് പണിയെടുത്ത് ഫാർ ബെറ്റർ ആക്കിയിട്ടുണ്ട്. അത് ഭയങ്കര മാത്രം എന്നല്ല ഉദ്ദേശിച്ചത്, എന്നാലും ആ വ്യത്യാസം ഈ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എല്ലാത്തിലും ആ റൂട്ടിലേക്ക് തന്നെ എത്തി. അതെ, അതാണ് അതിനകത്ത് ശരിക്കും ആ റൂട്ടിൽ തന്നെ എത്തി. നമ്മള് ജൂഡിന്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു ഇത്ര വൈകിയെങ്കിലും ആ റൂട്ടിലേക്ക് എത്താൻ പറ്റും. അതെ അതെ, എടുത്തു ചാടാത്തത് കൊണ്ട് അല്ലേ? അതെ അതെ, എടുത്തിയാട്ടം അല്ലെങ്കിലും ഒട്ടും നല്ലവരുടെ അല്ല. അത് മോശം ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ സംഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എടുത്തിയാട്ടം ഒരിക്കലും നല്ലതല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇതിന്റെ മമ്മൂക്കാക്ക വന്നിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു സന്തോഷം അന്നുണ്ടായതും മമ്മൂക്ക പറയുന്നതും എല്ലാവരും ജൂഡിനെ കുറിച്ച് പറയുകയും എനിക്ക് തോന്നുന്നു എല്ലാവരും ജൂഡിനെ കുറിച്ച് പറയുന്ന അന്ന് വേദിയിലുണ്ടായിരുന്നു. ജൂഡിനെ അഭിനയിച്ച ഓരോ കഥാപാത്രം ചാക്കോച്ചനാണെങ്കിലും വിനീതാണെങ്കിലും പറയുന്ന അന്നത്തെ ഓർമ്മകൾ അവരെടുക്കുകയാണ്. അവർ സിനിമയിൽ എന്തുമാത്രം പണി ചെയ്തു എന്നുള്ളതാണ് എല്ലാവരും ചേർന്ന്. അതെ, അതൊരു അനുഭവമാണ്. ജൂഡിന്റെ സിനിമകളൊക്കെ അല്ലേ വിജയിക്കേണ്ടത്, എല്ലാ സിനിമയും വിജയിക്കണം അങ്ങനെയല്ല. നമ്മള് എല്ലാ സിനിമകളും എല്ലാവരും ജോലി ചെയ്തിട്ട് ഞാൻ ഈ സിനിമയ്ക്ക് പ്രത്യേകതയായിട്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അധ്വാനിച്ചതിനൊക്കെ അപ്പുറമായിട്ട് ഈ സിനിമയിൽ നമ്മൾ ഇതുവരെ പരീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ബാക്കിയല്ല, ഇപ്പോൾ ആസി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ സാധാരണ എല്ലാ പടത്തിലും ഷോട്ട് കഴിയുമ്പോൾ ഒരു കസേര ഇട്ട് തരും, ഇരിക്കാൻ തെർമോക്കോളോ ഇട്ട് കൊടുക്കുന്നത് ഇരിക്കാൻ പറഞ്ഞിട്ട്, കാരണം വേറെ വഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ള, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ആ മൂഡിലാണ് എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു പുതിയ ടൈപ്പ് ഒരു കഷ്ടപ്പാടാണ്. എല്ലാവരും കഷ്ടപ്പെടുന്നതാണ്, ഇതൊരു പുതിയ ടൈപ്പ് കഷ്ടപ്പാടല്ല, വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഇതൊരു എല്ലാവരുടെയും എഫർട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞത് കാണുന്നതിന് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ 110 രൂപ ടിക്കറ്റാന്ന് പറഞ്ഞു. സാധാരണ 110 രൂപ ടിക്കറ്റ് കൊടുക്കുന്ന ഒരുത്തിന് 120 രൂപ മുതലാക്കാനുള്ള വകുപ്പ് പടത്തിലുണ്ട്. അത് വലിയൊരു ഗ്യാരണ്ടിയാണ്. 110 കൊടുക്കുക 120 അത് വലിയൊരു ഗ്യാരണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ നല്ല നല്ല സിനിമകൾ ഉണ്ടാകുമ്പോഴാണ് പ്രേക്ഷകർ കാണുന്നതല്ലേ. സിനിമകൾ ഈ 3 മാസം കൊണ്ട് 78 സിനിമകൾ റിലീസ് ചെയ്തു കേരളത്തില്. 3 മാസം കൊണ്ടാണ്. ഇനിയും കിടക്കുവാണ് ഒരു വർഷത്തേക്ക് 78 സിനിമകൾ. ഒരു കളക്ഷൻ ബേസ് ഒരു സിനിമ മാത്രമേ വിജയിച്ചിരിക്കുന്നത്. സിനിമകൾ കാണാൻ അടുപ്പിച്ച് സിനിമകൾ ഇറങ്ങുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അൻവി എന്ത് പറയും? ഈ സിനിമയ്ക്ക് എന്തായാലും ആള് വരുന്നുള്ള ഉറപ്പ് എനിക്ക്. ഈ സിനിമയുടെ റിലീസ് കറക്റ്റ് ആണ്. ഈ സിനിമയുടെ റിലീസ് കറക്റ്റ് സമയത്താണ്. നമ്മൾ കാത്തിരുന്ന് റിലീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആണ്. ഈ അടുപ്പിച്ച സിനിമകൾ ആളുകൾക്ക് പ്രഷർ കണ്ടു തീരാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് സിനിമയ്ക്ക് ഒരു പ്രശ്നം വരുന്നത്. എനിക്ക് നമ്മള് തിയേറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ലേ, ഇതിന്റെ കണ്ടന്റ് ആണെങ്കിലും ഇതിന്റെ വിഷ്വൽസ് ആണെങ്കിലും നമുക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു സാധനം ഉണ്ടാവണം. ഐ തിങ്ക് ആ ഒരു സാധനം ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതാണ് ഏറ്റവും പ്രത്യേകത. ഇതിന്റെ സൗണ്ടുകളും നമ്മൾ പണ്ടൊക്കെ ഉരുളുപൊട്ടൽ ആസ്പദമാക്കി എനിക്ക് തോന്നുന്നു പുറപ്പാട് ഒരു സിനിമ, മമ്മൂക്കാട് സിനിമ, ജെയ്സി സംവിധാനം ചെയ്ത സിനിമ, ഞാൻ കണ്ട ആ സിനിമയുടെ ലൊക്കേഷൻ അന്ന് ഞാൻ പോയിട്ടുണ്ട്. അത് ആ ഉരുളുപൊട്ടി വരുന്നതൊക്കെ അങ്ങനത്തെ വെള്ളം വരുന്ന സിനിമകളാണ്. ഇത്രയും ഫുൾ ടൈം എന്നുള്ള സാധനം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ആ സിനിമകളെ ഞാൻ ഓർത്തു പോയതാണ്. അപ്പൊ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ഇത് തിയേറ്ററിൽ ശരിക്കും ഇതില് എവരിവൺ ഈസ് എ ഹീറോ എന്ന് എഴുതിയ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പടത്തില് കഥാപാത്രങ്ങൾ മാത്രമല്ല, ഈ പടത്തിലെ സൗണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു നായകൻ പോലെ അല്ലെങ്കിൽ നായിക പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് സൗണ്ട് ഡിസൈനിങ്, സിനിമാറ്റോഗ്രാഫി, പ്രൊഡക്ഷൻ ഡിസൈൻ, മ്യൂസിക്, അങ്ങനെ എഡിറ്റിങ്, അങ്ങനെ എല്ലാ മേഖലകളിലും അവരവരുടെ ഒരു കയ്യൊപ്പുണ്ട് ഇതിനകത്ത്. അവരെല്ലാവരും ഈ സിനിമയിൽ വർക്ക് ചെയ്തവർ എനിക്കോട് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത മോഹൻദാസ് മാത്രമാണ് വലിയ സിനിമകൾ ചെയ്ത് പരിചയമുള്ളൂ. ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ്. കമ്പാരിറ്റീവ്ലി ഞാനടക്കം വളരെ ചെറിയ സിനിമകൾ ചെയ്തിട്ടുള്ള വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ അവരെല്ലാവരും 110% കൊടുത്തതുകൊണ്ട് എല്ലാവരുടെയും ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് അവർ വന്നിട്ടുണ്ട് പടത്തിൽ. അത് എല്ലാവർക്കും ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക്, അത് അഡ്രസ്സ് ഉള്ളൊരു പടമായിരിക്കും എന്ന് പറഞ്ഞാൽ. അതായത് നീ ഏത് സിനിമ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2012 ചെയ്ത ആളാണ് എന്ന് പറയുന്ന ഒരു സിനിമ ആവണമെന്നായിരുന്നു ഞങ്ങൾ ചെയ്തത്. അത് ഞാൻ ഇന്നലെ പടം ഫൈനൽ കണ്ടുകൊണ്ട് പറയുകയാണ്, അത് പൂർണ്ണമായും ശരിയാണ് എന്ന് പറയുന്ന ഒരു പടം. അല്ല, ജൂഡ് അത്ര ഉറപ്പ്, ജൂഡ് അങ്ങനെയൊന്നും വന്നിരുന്ന് പറയുന്ന ഒരാളല്ല. സിനിമയിൽ ഒരു പ്രമോഷൻ പോലും അങ്ങനെ ഇരിക്കാത്ത ഒരാളാണ്. അപ്പൊ ഈ സിനിമയുള്ള ഒരു വിശ്വാസതയാണല്ലോ ജൂഡിനെ ഇവിടെ ഇപ്പം എനിക്കാണെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ കഴിയുന്നത്. അതിൽ ഭാഗമായി എനിക്ക് തോന്നുന്നു എല്ലാവരും അതന്നെ പറയും, അത്രയും കോൺഫിഡൻസ് ഉണ്ട് സിനിമയിൽ. തീർച്ചയായിട്ടും ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. 2018 2023 സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിന്റെ ഒരു 100ാം ദിവസം ആഘോഷിക്കാൻ ഇതുപോലെ നമുക്കൊരു ഹോട്ടലിൽ വലിയ ക്രൗഡിന്റെ കൂടെ ഇരുന്ന് ആഘോഷിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ഇവിടെ
എല്ലാവിധ ആശംസകളും. നമുക്ക് തിയേറ്ററിൽ ഒരുമിച്ച് കാണാം, അടുത്ത അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഇതിന് കൂടെ നിൽക്കും, കാരണം ഞങ്ങളും ഒത്തിരി അനുഭവിച്ചതാണ്. നിങ്ങൾ വെള്ളത്തിൽ കിടക്കുന്ന പോലെ ഞങ്ങളും വെള്ളത്തിൽ മണിക്കൂറുകൾ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തും പോകാൻ പറ്റാതെ, ഫുഡ് പോലും കഴിക്കാൻ കഴിയാതെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ. ഞാൻ ആ കാലത്ത് റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകനാണ് ഈ കൊച്ചിയിൽ. അപ്പോൾ എനിക്ക് പറയാം ഇതിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഞങ്ങളും കൂടെ ഉണ്ടാവും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.